വെറുതെ ഈ അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പത്രക്കാരെങ്കിലും ഇതിൽ നിന്ന് മാറിയിരിക്കണം എന്നാണ് ഇപ്പം. ഐക്യം എപ്പോഴും സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ. എല്ലാ സംഘടനകളും യോജിക്കണം, അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും യോജിക്കണം, സാമുദായിക യോജിപ്പുണ്ടാകണം, സമുദായങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാകണം. അത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും നല്ലതാണ്. ആശയപരമായി ഒക്കെ തീർച്ചയായും വ്യത്യാസം ഉള്ള സംഘടനകൾ ആണ് അതൊക്കെ. അവർ വളരെ നന്നായി അവരവരുടെ ആശയം പ്രചരണം നടത്തും. സമസ്തയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്ന് UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കണ്ട, അതിൽ കാര്യമില്ല. കാരണം UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവുമായി അത് കൊണ്ടൊന്ന് കൂട്ടിക്കുഴച്ച് മുതലെടുക്കാൻ കഴിയില്ല. കാരണം LDF വളരെ കാലം കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനം, അതിനെ UDFനുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും LDFന് കഴിയില്ല. ആ കാര്യം ഉറപ്പാണ്. കാരണം LDF ചെയ്ത കുറ്റത്തിൻ്റെ മറുപടി അവരാദ്യം പറയണ്ടേ. അത് പറയാതെ ഇതിങ്ങനെ അവരെ പോസ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകളും അവർ പറഞ്ഞതും ഒക്കെ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ഈ അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പത്രക്കാരെങ്കിലും ഇതിൽ നിന്ന് മാറിയിരിക്കണം എന്നാണ് ഇപ്പം. കൂടുതൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. നിങ്ങൾ ഈ പത്രക്കാരിടയിൽ 2-3 പത്രക്കാർ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മെനക്കെട്ടിട്ട് കാര്യമില്ല, വിട്ടുകളാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രയോഗിച്ച് നോക്കിയില്ലേ, മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല. ചാനൽ ഏതാന്ന് ഇതിനു വേണ്ടി ഞാൻ പറയാം പതിവ് അത് പിന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനു വേണ്ടി പ്രചരണം നടത്തുന്ന 1-2 ചാനൽ, ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, കഴിഞ്ഞ അസംബ്ലി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മെനക്കെട്ട് നോക്കിയതാണ് ഈ കാര്യം പറഞ്ഞിട്ട്. ഇല്ല, ഇനിയെങ്കിലും നിങ്ങൾക്ക് അതൊന്ന് വിട്ടൂടെ. വെറുതെ ആവർത്തന വിരസതയ്ക്ക് വേണ്ടിയെങ്കിലും നിങ്ങളാവുന്ന വിട്. ഇല്ല, ഞങ്ങളിപ്പോൾ ആ വിഷയം ആലോചിച്ചിട്ട് പറയാം. ലീഗ് നിലപാട് ലീഗ് ചർച്ച ചെയ്തിട്ട് പറയാം. ഓക്കെ.